മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ്. കരിമണൽ കമ്പനിയായ CMRലുമായി എക്സാലോജി നടത്തിയ ഇടപാടുകൾ അന്വേഷിക്കുവാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടതോടെയാണ് 2 വർഷത്തിലേറെയായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം കൂടുതൽ കത്താൻ തുടങ്ങിയത്. വിവാദങ്ങൾ ഏറെ ചർച്ച ചെയ്യുമ്പോഴും എക്സാലോജി കമ്പനി എന്താണെന്നോ എന്തുകൊണ്ട് വിവാദങ്ങൾ ഉയരുന്നുവെന്നോ ഉടമയായ വീണ വിജയൻ ഒരിക്കൽ പോലും വിശദീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എക്സാലോജി കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും മലയാളികൾക്കും അപരിചിതമാണ്. എന്താണ് എക്സാലോജിക്ക്? എങ്ങനെയാണ് അതിൻ്റെ തുടക്കം? 2014 ആരംഭിച്ച 1% കമ്പനിയാണ് എക്സാലോജിക്ക. വീണ വിജയൻ എന്ന ഒരേ ഒരു ഉടമ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത്. 1 ലക്ഷം രൂപ മൂലധനത്തിനാണ് കമ്പനിയുടെ തുടക്കം. വീണ വിജയൻ, ഡോട്ടർ ഓഫ് പിണറായി വിജയൻ, AKG സെൻറ്റർ, പാളയം, തിരുവനന്തപുരം എന്ന വിലാസമാണ് കമ്പനി രജിസ്ട്രേഷനായി ഉടമയെന്ന നിലയിൽ വീണ വിജയൻ നൽകിയിരിക്കുന്ന രേഖ. 2014 സെപ്റ്റംബർ 19 ബാംഗ്ലൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തത്. നമ്പർ 56 ഫസ്റ്റ് A മൈൻ 7th ബ്ലോക്ക്, കോറമംഗല, ബാംഗ്ലൂരു എന്ന വിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടർ അനുബന്ധ സർവീസുകൾ എന്നാണ് കമ്പനിയുടെ പ്രവർത്തന മേഖലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലും മറ്റെവിടെയും IT അനുബന്ധ സോഫ്റ്റ്വെയർ ബിസിനസ്, കൺസൾട്ടൻസി സർവീസ് അടക്കം വളരെ വിപുലമായ പ്രവർത്തന മേഖലയാണ് കമ്പനിക്കുള്ളത്. വീണ വിജയൻ്റെ അമ്മയും പിണറായി വിജയൻ്റെ ഭാര്യയുമായ കമല വിജയനാണ് കമ്പനിയുടെ നോമിനി. കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കുവാൻ സമ്മതമറിയിച്ച് ബാംഗ്ലൂരു ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ താൻ മറ്റൊരു കമ്പനിയിൽ കൂടി ഡയറക്ടറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ടോളൻ സിസ്റ്റംസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ മുഴുവൻ സമയ ഡയറക്ടറാണെന്നായിരുന്നു വെളിപ്പെടുത്തൽ. 2014 1 ലക്ഷം രൂപ പ്രവർത്തന മൂലധനത്തിൽ ആരംഭിച്ച കമ്പനിക്ക് 2015 ധനലക്ഷ്മി ബാങ്കിന്റെ കോറമംഗല ശാഖ 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട്. ധനലക്ഷ്മി ബാങ്ക് പ്രവർത്തന മൂലധനം എന്ന നിലയിൽ നൽകിയ ഈ വായ്പയാണ് എക്സാലോജിക്കിന് ലഭിച്ച ആദ്യ സാമ്പത്തിക സഹായം. വീണയുടെ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ 1 വർഷം മുൻപാണ് ഈ വായ്പ ഒരുമിച്ച് അടച്ചു തീർത്തത്. എക്സാലോജിക്കിന് തുടർച്ചയായ 4 വർഷം വിവാദ കരിമണൽ കമ്പനിയായ CMRലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും ഈടില്ലാ വായ്പ ലഭിച്ചിരുന്നു. 2016 മുതൽ 2019 വരെ ആകെ 77.60 ലക്ഷം രൂപയാണ് എംപവർ എക്സാലോജിക്കിന് നൽകിയത്. പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയാണ് തുക നൽകിയത്. മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട CMRലിൻ്റെ ഉടമ ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത എന്നിവർ ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ. 2016 25 ലക്ഷം രൂപ, 2017 37.36 ലക്ഷം രൂപ, 2018 10.36 ലക്ഷം രൂപ, 2019 4.88 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ആകെ 77.60 ലക്ഷം രൂപ എക്സാലോജിക്ക് വാങ്ങിയിരിക്കുന്നത്. CMRൽ നിന്നും എക്സാലോജിക്കും വീണ വിജയനും 1.72 കോടി രൂപ കൈപ്പറ്റിയത് സംബന്ധിച്ച ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തൽ വലിയ ചർച്ചയായിരുന്നു. നൽകാത്ത സേവനത്തിനാണ് ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു കണ്ടെത്തൽ. 1.72 കോടി രൂപ നൽകിയ കാലയളവിൽ തന്നെയാണ് ഈടില്ലാ വായ്പയും നൽകിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥാപനവും ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത വായ്പ നൽകാറില്ല എന്ന് കമ്പനി കാര്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിൻ്റെ 25%-ലധികം സാമ്പത്തിക സ്ഥാപനങ്ങൾ വായ്പയായി നൽകാറില്ല. സാമ്പത്തിക സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വായ്പ നൽകുന്നത് റിസ്ക്കുള്ള ഇടപാടാണ്. 2014 കമ്പ്യൂട്ടർ IT അധിഷ്ഠിത സേവനങ്ങൾക്കും കൺസൾട്ടൻസിക്കുമായി കമ്പനി പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും കാര്യമായ ഇടപാടുകൾ നടക്കുന്നത് 2016 ശേഷമാണ്. എന്നാൽ കമ്പനിയുടെ പ്രവർത്തനക്ഷമത തെളിയിക്കുന്നതിന് മുൻപേ തന്നെ എക്സാലോജിക്കിന് പല വഴികളിൽ നിന്നും സഹായമെത്തിയിരുന്നു. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദ്യ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് എക്സാലോജിക്കിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമാകുന്നത്. 2016-19 വരെയുള്ള കാലത്തെ കണക്കുകൾ അനുസരിച്ച് കമ്പനിയുടെ പ്രവർത്തന ലാഭം ഇരട്ടിയാവുകയായിരുന്നു. എന്നാൽ 2020 മുതൽ കമ്പനിയുടെ ലാഭം ഇടിഞ്ഞു തുടങ്ങി. കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കമ്പനിയെ നഷ്ടത്തിലേക്ക് നയിച്ചതെന്നാണ് കമ്പനി ഉടമയായ വീണ വിജയൻ അറിയിച്ചിരുന്നത്.